ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ ഞങ്ങളും നിങ്ങൾക്കെല്ലാം അറിയാവുന്നപോലെ ഞങ്ങൾ ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അധികമായില്ല. അപ്പൊ ന്യൂസിലൻഡിൽ നിന്ന് തന്നെ ഓസ്ട്രേലിയയിലേക്ക് വന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് വരുന്നവർക്കൊക്കെ ഉള്ള ഒരു ഡൗട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒത്തിരി പൈസ മിസ്സാകുന്ന ഒരു ചാൻസ് ആണ്, ഒരു സംഭവമാണ് നമ്മുടെ കിവി സേവർ എന്ന് പറയുന്ന സാധനം. കിവി സേവർ ചിലവർ വിചാരിക്കും ഓസ്ട്രേലിയയിലേക്ക് മാറിയാൽ അയ്യോ മൊത്തം പൈസയും പോയി, നമുക്കത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ചിലവർക്ക് അറിയാം ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്ന്. എന്നാൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ദയവേത് ഒന്ന് ഫോളോ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പൊ പൈസേട്ടൻ നമസ്കാരം. വീഡിയോ അപ്പൊ പൈസേട്ടൻ ന്യൂസിലൻഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ ഓക്ലൻഡിലും ഹാമിൽട്ടണിലൊക്കെ ജീവിച്ച ഒരാളാണ്. ന്യൂസിലൻഡിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഓസ്ട്രേലിയയിലെത്തി ഇവിടുത്തെ എക്സ്പീരിയൻസും ഉള്ള ആളാണ്. അപ്പൊ അവരുടെ നേരത്തെ കിവി സേവർ അവരിങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് എങ്ങനെ ഉപകാരപ്രദമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ പൈസേട്ട, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്കുള്ള ഒരു ചോദ്യമാണ്, നമുക്ക് ഈ കിവി സേവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ അത് എങ്ങനെ ചെയ്യാം, എങ്ങനെ അത് ഒരു ഉപകാരപ്രദമായിട്ട് മാറ്റാം, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓക്കെ, അതായത് ഞാൻ ഒരു 10 കൊല്ലമായിട്ട് ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്നു. നമുക്ക് 10 കൊല്ലമായിട്ട് ന്യൂസിലൻഡിൽ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു എമൗണ്ട് കിവി സേവർ നമുക്ക് സേവിങ്സ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഇതേപോലെ നമ്മൾ റിസർച്ച് ചെയ്തു പോകാം. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല, എല്ലാം ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങള് രണ്ടും കൽപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന് മെയിൻ ആയിട്ട് നമുക്ക് ATO അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു 10ഓളം കമ്പനികളുണ്ട്. ടാക്സ്. അപ്പോ അവരുടെ അപ്രൂവ് ആയിട്ടുള്ള ഈ 10ഓളം കമ്പനികൾക്ക് മാത്രമേ കിവി സേവർ ഫണ്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അനുമതിയുള്ളൂ. അപ്പൊ അതിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തത് ബ്രൈറ്റർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഈ ബ്രൈറ്റർ സൂപ്പറിൽ ഓൺലൈനിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഘട്ടമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മള് നമ്മുടെ കിവി സേവർ, ന്യൂസിലൻഡിൽ നമ്മുടെ കിവി സേവർ ഉള്ള കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനീനെ കോൺടാക്ട് ചെയ്യാം. ഇമെയിൽ അയച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അവര് നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ നമ്മള് ഇമെയിൽ അയക്കണം, അവരോട് പറയണം ഞങ്ങള് ഓസ്ട്രേലിയയില് പെർമനന്റ് ആയിട്ട് മൂവ് ചെയ്തു, ഞങ്ങൾക്ക് കിവി സേവർ ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോ അവരെന്ത് ചെയ്യുന്ന വെച്ചാല് അതിന് റിപ്ലൈ ചെയ്യും. അതായത് ഒരു ഫോം നമുക്ക് അവരയച്ചു തരും. ന്യൂസിലൻഡിലുള്ള കിവി സേവർ കമ്പനി നമ്മുടെ ഫോം തരും. അപ്പൊ ആ ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് ഫില്ലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ JP അറ്റസ്റ്റേഷൻ ഒക്കെ വേണം, ഇവിടുത്തെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ഈ ഫോം നമ്മള് പോസ്റ്റിൽ ചെയ്യണം. ഇമെയിൽ അയച്ചാൽ ബൈ പോസ്റ്റ് അപ്പൊ നമ്മൾ ട്രാക്കിംഗ് വെച്ചിട്ട് അയച്ചു കൊടുക്കും. നമുക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പൊ ഈ ഡീറ്റെയിൽസില് നമ്മള് എന്ത് വെക്കണം, നമ്മുടെ ബ്രൈറ്റർ സൂപ്പർ ഉണ്ടല്ലോ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ വെക്കണം. അതുപോലെ തന്നെ ഈ ബ്രൈറ്റർ സൂപ്പറുകാരോട് പറയും വേണം നമ്മള് കിവി സേവർ അക്കൗണ്ട് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇമെയിൽ അയച്ചാൽ മതി, ഇമെയിൽ അയച്ചാൽ മതി, എല്ലാ ഇമെയിൽ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ അവര് അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ട് ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഫോമിലൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. അത് അവർക്ക് കൊടുക്കുക. ഒരു മാസം വെയിറ്റ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ഫണ്ട് ബ്രൈറ്റർ സൂപ്പറിലേക്ക് വരും. അത് നമ്മള് ഒന്ന് നമ്മുടെ IRD ഉണ്ടല്ലോ ന്യൂസിലൻഡിലെ, അവിടെ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് രണ്ടിലും ചെക്ക് ചെയ്യാം. അതായത് ബ്രൈറ്റർ സൂപ്പറിന്റെ നമ്മുടെ ഓൺലൈൻ അക്കൗണ്ട് ഉണ്ടല്ലോ, അവിടെയും ചെക്ക് ചെയ്യാം, അറിയാൻ പറ്റും. അപ്പൊ അതിന് എത്ര ടാക്സ് പോകും, എത്ര പിടിക്കും, ഏകദേശം ഒരു ഐഡിയ ഉണ്ട്? സാധാരണ മൊത്തം എമൗണ്ട് അവര് നമുക്ക് കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ഏണിങ്സ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെന്റ് ഏണിങ്സ് ഉണ്ട്, അതിന്റെ ഒരു 28%, 28% പിടിക്കും. എന്നാലും നമ്മൾക്ക് ഉള്ള പൈസ മൊത്തം പോകുന്നതിനേക്കാളും നല്ലതാണ് 28% അവർ ടാക്സ് പിടിച്ചാൽ പോലും ബാക്കി എമൗണ്ട് നമ്മുടെ കിവി സേവറിൽ നിന്നും നിങ്ങൾക്ക് ഇവിടുത്തെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പൊ ബ്രൈറ്റ് സൂപ്പർ അതുപോലെ 10ഓളം കമ്പനികളുണ്ട്, നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് അറിയാൻ പറ്റും. എങ്കിൽ പോലും അപ്പൊ ഈ ബ്രൈറ്റ് സൂപ്പർ ഇതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എങ്ങനെ ഈസി ആയിട്ട് മാറ്റാം, ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക.
അതുപോലെ ഈ ബ്രൈറ്റ് സൂപ്പർ കമ്പനിയുടെ ഡീറ്റെയിൽസ്, ഇതൊരു കമ്പനിയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല, എങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് നമ്മൾ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കിവി സേവർ. ഈ കിവി സേവർ നമുക്ക് $15,000 നമുക്ക് ഇവിടെ വീട് വാങ്ങാൻ വേണ്ടി വിഡ്രോ ചെയ്യാം. ക്യാഷ് ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ടാക്സ് അതോറിറ്റി, ഓസ്ട്രേലിയൻ ടാക്സ് അതോറിറ്റി അല്ല, ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ്, അവര് നമ്മൾ കിവി സേവറിൽ നിന്നും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടിൽ $15,000 അല്ലെ? ഇവിടത്തെ ഓസ്ട്രേലിയൻ ഡോളർ $15,000. അന്നേരം ന്യൂസിലൻഡ് ഡോളർ ഏകദേശം ഒരു $17,000 സംതിങ് അടുത്ത് വരും. അത് നമുക്ക് ഉപയോഗിക്കാം. ബാക്കി പൈസ കിവി സേവർ ഉള്ളത് സെപ്പറേറ്റ് അക്കൗണ്ടിൽ വരും. അത് ന്യൂസിലൻഡ് നിയമം വെച്ചിട്ടുള്ള റിട്ടയർമെന്റ് ടൈം ഏജ് ഉണ്ട്. അതായത് ഇപ്പോ ന്യൂസിലൻഡിൽ 67 ആണെങ്കിൽ ആ ടൈമില് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പക്ഷെ അതുവരെ പൈസ സേഫ് ആയിട്ട്. ഓക്കെ. അപ്പൊ കിവി സേവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താലും അത് ആ ന്യൂസിലൻഡ് റൂൾസ് ആണ്, അത് ഫോളോ ചെയ്യുന്നത്, ആ പൈസക്ക് വരും. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. കാരണം ഒത്തിരി പേര് ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി പേര് കമന്റുകളായിട്ടും ക്വസ്റ്റ്യൻസ് ആയിട്ടും ചോദിച്ചതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിത് നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ ഓസ്ട്രേലിയയിലേക്ക് മാറാൻ താല്പര്യമുള്ളവർക്കും ഈവൻ ന്യൂസിലൻഡിൽ തന്നെ ഉള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി പേർക്ക് ഒരു ഉപകാരമാകട്ടെ. അപ്പം ഓസ്ട്രേലിയയിലെ കെയ്ൻസില് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.